ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വയനാട് മുണ്ടക്കയിലുണ്ടായ ദുരന്തമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇപ്പം അവർ അതിജീവനത്തിൻ്റെ പാതയിലാണ്. മുണ്ടക്കൈ ദുരന്തത്തിൽ പെട്ട കുട്ടികളല്ല ഇത്. അതല്ലാതെ സേഫായിട്ട് ചൂരൽമല ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ സ്കൂള് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തൊട്ടടുത്തുള്ള മേപ്പാടിയിലുള്ള സ്കൂളിലേക്ക് ഒരു അഡ്മിഷനൊക്കെ റെഡി ആയിട്ട് അവരവിടെ പഠനം പുനരാരംഭിക്കുകയാണ്. അപ്പം ഇവർക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളെ വയനാടിൻ്റെ എം എൽ എ ആയിട്ടുള്ള ടി സിദ്ദീഖ് സാറും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള വി ശിവൻകുട്ടി സാറും ഒക്കെ ഫുൾ സപ്പോർട്ടായിട്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു പ്രത്യേക ചടങ്ങൊക്കെ വെച്ചിട്ടാണ് പരിപാടി നടത്തിയത്. അതിഗംഭീരമായിട്ട് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ടിട്ട് അവർ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കഴിഞ്ഞ ദുരനുഭവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു മനോധൈര്യം കിട്ടാനൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫുൾ സപ്പോർട്ട് അവരുടെ കൂടെ ഉണ്ടാവണം. ഇനിയും അവർ ഹാപ്പിയായിട്ട് ഇനിയുള്ള കാലമെങ്കിലും ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു മുണ്ടക്കൈ ഒന്നാകെ തുടച്ച് നീക്കിയ പോലെ പോകുന്നതില്ലേ. അപ്പം എന്ത് ചെയ്യാൻ, നമ്മൾ ദൈവം തരുന്നത് സ്വീകരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ സാമ്പത്തിക സഹായം കൊടുക്കുക, അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ വിഷ്വൽസ് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ഈ ദുരന്തം അറിഞ്ഞു, പക്ഷെ അവരെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പലർക്കും അറിയില്ല. ഇപ്പോൾ അവർ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, മക്കളൊക്കെ ഹാപ്പിയാണ്. അപ്പം കുഞ്ഞു മനസ്സാണ്. അവർ വേദനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വളർന്നു വന്നിട്ടുണ്ടെങ്കിലും ആ വേദന ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് അവർക്ക് ഉണ്ടാവണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരെയും സപ്പോർട്ടിന് താങ്ക് യു.